1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തകർച്ച നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ കൂടിയായ PV അബ്ദുൽ വഹാബ് MP. ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ തകർച്ച നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ കൂടിയായ PV അബ്ദുൽ വഹാബ് MP വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 7 വർഷക്കാലത്തെ പിണറായി ഭരണം നമുക്ക് പണി വളരെ കുറച്ചിരിക്കുന്നു. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്ത്രപരമായി നീങ്ങിക്കൊണ്ട് കിട്ടാവുന്ന വോട്ടുകളൊക്കെ വാങ്ങേണ്ട രൂപം ഷൗക്കത്ത് പറഞ്ഞതെന്നും വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒരുമാതിരിയല്ല, നമ്മൾ അവരമാതിരി തന്നെ നമ്മൾ അവരുടെ വീടുകളിൽ സംസാരിക്കുന്ന രൂപം വേറെയും നമ്മുടെ ആൾക്കാരുടെ ഒന്ന് വേറെയും നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരത്തൊക്കെ അതാത് രൂപത്തിലുള്ള ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും നിലമ്പൂർ മണ്ഡലത്തിലും കിട്ടിയ വോട്ട് എങ്ങനെയും നിലനിർത്താൻ യാതൊരു എക്സ്ക്യൂസും ഉണ്ടാവില്ല. മറ്റവരൊക്കെ പറയാം അന്നൊരു ഓളമായിരുന്നു. പക്ഷെ ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ഇന്ന് രാവിലെ വരെയുള്ള എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ മുമ്പത്തെ ചുറ്റുപാട് മാറ്റിയിട്ടുണ്ട്. രാമജന്മഭൂമിയിലെ രാമപ്രതിഷ്ഠ അന്നുണ്ടായിരുന്ന അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് കെജ്രിവാളിൻ്റെ അറസ്റ്റോട് കൂടിയും മറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ചേഞ്ച് വരുന്നു എന്ന് RSSന് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തിടുക്കം കൂട്ടി വളരെ ഡിസ്ട്രെസ് ആയിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്. അത് അവർക്ക് കൂടുതൽ ദോഷകരമായി വരുന്ന ചുറ്റുപാടിലും കൂടിയാണ്. കേരളമൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പോസ്റ്ററിൽ പതിച്ച് വോട്ട് ചോദിക്കുന്ന CPM-ഉം CPI-യും ആനി രാജയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? കോൺഗ്രസിനെ BJP-യെക്കാളും ശത്രുപക്ഷത്ത് നിർത്തി തോൽപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് BJP-ക്കും CPM-നും വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത്. അതിന്റെ സൂചനയാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റ്. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം കൊണ്ട് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ BJP ഏതുവിധേനയും ജയിക്കാനുള്ള അടവെടുത്താണ് പ്രതിപക്ഷ വേട്ടയെന്നും അബ്ദുൽ വഹാബ് പറഞ്ഞു. LDF-നെതിരെ രൂക്ഷ വിമർശനവുമായി അബ്ദുൽ വഹാബ് രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി P. മോഹനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിംകൾക്ക് കാണിച്ചു കൊടുത്തതാണ് ആ പോരാട്ടം. അവർ നടന്ന ഈ മണ്ണാണ് ഇതെല്ലാം. പഴയ രാജാവ് നടന്ന മണ്ണാണ് അത്. ഈ മണ്ണിൽ ആ പോരാട്ടത്തിന്റെ ഒരു ഇത് ഉണ്ട്. ഇത് ഞാൻ എന്തിനു പറഞ്ഞാൽ ഇത് 2ാമത്തെ സ്വാതന്ത്ര്യ പോരാട്ടമാണ്. ആ 2ാമത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സമയം നമുക്ക് ആദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും സമയത്തെ പറ്റി അറിവ് നീക്കുന്നുണ്ട്. ഇവർ നേരത്തെ പറഞ്ഞു നേക്ക് എന്താ ഞാൻ പറയല്ലേ, ബിക്കോസ് നിങ്ങളാണ് വെളിച്ചം. കോൺഗ്രസിന്റെ വെളിച്ചമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെളിച്ചം കേരളത്തിന്റെ കോൺഗ്രസിനാണ്. പ്രൈം മിനിസ്റ്റർ ആയിട്ടില്ല, അത്ര വിട്ട് എല്ലാമായിരുന്നു അല്ലേ. പ്രൈം മിനിസ്റ്റർ ആവാനൊരു ഭാഗ്യമുണ്ടായി വേണ്ട പറഞ്ഞു. K. കരുണാനിധി എനിക്ക് പ്രൈം മിനിസ്റ്റർ വേണ്ട, നരസിംഹറാവു അല്ലേ, അങ്ങനെയല്ലേ ചരിത്രം. അപ്പൊ പ്രൈം മിനിസ്റ്റർ ഇവർക്ക് എല്ലാമായിരുന്നു. അപ്പൊ കേരളമാണ് കോൺഗ്രസിന്റെ മൂലാധാരം, ചിന്തനയും അതിന്റെ എന്തെല്ലാം ആദർശങ്ങളെല്ലാം കേരളം. UDF നിയോജക മണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി അരണൻ ഷൌക്കത്ത്, KT കുഞ്ഞാൻ, A. ഗോപിനാഥ്, VA കരീം, NA കരീം, മച്ചിങ്ങൽ കുഞ്ഞു, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, കൂമഞ്ചേരി നാണിക്കുട്ടി, പാലുളി മെഹബൂബ്, സമീർ പുളിക്കൽ, ജോർജ് തോമസ്, ഷുഹൈബ് മുത്തൂർ, സെയ്ഫു ഏനാന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കല്ലായി ആർക്കേഡിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഏവർക്കും ലെനോറയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ.